നല്ല മഴയുള്ള ഒരു സുപ്രഭാതത്തിൽ മടി പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അടുത്തൊരു മുൻപോട്ടുള്ള ഒരു ചുവടുവെപ്പിനാണ് മാരുതി ഫ്രോങ്സിനെ കൊണ്ട് തന്നിരിക്കുന്നത്. ഫ്രോങ്സ് എന്ന് പറഞ്ഞാൽ ഫ്രോണ്ട് ടയർ നെക്സ്റ്റ് എന്നാണ് മീൻ ചെയ്യുന്നത്. അതിൻ്റെ ഫുൾ ഫോം അങ്ങനെയാണ്. മുൻപോട്ടുള്ള അടുത്തൊരു ചുവടുവെപ്പ് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. 2023 മാരുതി സുസുക്കി ഫ്രോങ്സിനെ അവതരിപ്പിച്ചത്. അത് ഓട്ടോ എക്സ്പോയിലായിരുന്നു. എന്നാൽ ആ അവതരിപ്പിച്ച സമയത്ത് ഇതിൻ്റെ ഒരു പേര് കേട്ടപ്പോൾ ഒരു വെയർനെസ് ഫീൽ ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതൊരു ഡെയിലി ലൈഫിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. 1,00,000 യൂണിറ്റുകൾ വളരെ വേഗം പിന്നിട്ട മാരുതിയുടെ ഒരു മോഡൽ കൂടിയാണ് ഫ്രോങ്സ് എന്ന് പറയുന്നത്. ബെലേനോ ബേസ്ഡ് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു ഫ്രോങ്സ് ബിൽഡ് ചെയ്യുന്നത്. എന്നാൽ ബെലേനോയും ഫ്രോങ്സോടും നോക്കുമ്പോൾ എൻ്റയർലി രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വാഹനങ്ങളാണ്. അതായത് രണ്ട് ഡിഫറൻറ്റ് സ്റ്റൈലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ബെലേനോ കുറച്ചുകൂടി ഒരു ഫാമിലി ഓഡിയൻസിന് അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസിക് വാഹനമാണെങ്കിൽ ഇത് കുറച്ചുകൂടി സ്പോർട്ടി ഫീൽ നൽകുന്ന അല്ലെങ്കിൽ ഒരു യുവാക്കളിലേക്ക് കൂടുതൽ അട്രാക്ഷൻ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൈഡിലെ ക്ലാഡിങ്സും മറ്റ് ഡിസൈൻ എലമെൻസും എല്ലാം ഇതിനെ സഹായിക്കുന്നുണ്ട്. കൂടാതെ ഫ്രണ്ടിലെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഗ്രാൻഡ് വിറ്റാരയുടെ സാമ്യം തോന്നുന്ന രീതിയിലായിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു SUV ഫീല് നിലനിർത്താനാണ് ഈ ഒരു ഡിസൈൻ എലമെൻസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫോഗ് ലാമ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് പുതിയ SUV വാഹനങ്ങളെല്ലാം കാണുന്നത് പോലെ തന്നെ ഈ ഒരു ബമ്പർ റോഡ് ചേർന്നിട്ടുള്ള ഒരു ഭാഗത്താണ് ഹെഡ് ലാമ്പ് യൂണിറ്റുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ മാനുഫാക്ചേഴ്സും ഫോഗ് ലാമ്പ് ഒഴിവാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും ഇഷ്ടം ഫോഗ് ലാമ്പുള്ള വാഹനങ്ങളാണ്. ഫ്രോങ്സിലേക്ക് നോക്കുകയാണെങ്കിൽ നിരവധി എഞ്ചിൻ ഓപ്ഷനുകളും അതുപോലെ തന്നെ ട്രാൻസ്മിഷനും നമുക്ക് ലഭിക്കുന്നുണ്ട്. ആക്ച്വലി മാരുതി പഴയ ബൂസ്റ്റർ ജെറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ഫ്രോങ്സിലൂടെയാണ്. നമുക്കറിയാം പഴയ ബെലേനോ RSലാണ് ലാസ്റ്റ് നമുക്ക് ആ ഒരു ബൂസ്റ്റർ ജെറ്റ് എഞ്ചിൻ ടർബോ പെട്രോൾ എഞ്ചിൻ ലഭിച്ചത്. എന്നാൽ അതിനുശേഷം എല്ലാം മാരുതി നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻസ് ആയിരുന്നു കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രോങ്സ് വന്നപ്പോൾ ഒരു വ്യത്യസ്തത ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കണം ആ ഒരു ബൂസ്റ്റർ ജെറ്റ് അവതരിപ്പിച്ചത്. ആൻഡ് ഇത് 1 ലിറ്റർ ബൂസ്റ്റർ ജെറ്റിലും അതുപോലെ തന്നെ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനിൽ ലഭിക്കുന്നു. അതുപോലെ തന്നെ 6 സ്പീഡ് ഓട്ടോമാറ്റിക്കിലും AMGയിലും ഈ ഒരു ഫ്രോങ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ 1.2 ലിറ്റർ നോക്കുകയാണെങ്കിൽ 89 PS പവറും 113 Nm ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. ടർബോയിലേക്ക് വരുമ്പോൾ 100 PS പവറും 143 Nm ടോർക്കുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 16 ഇഞ്ച് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ഡിസ്കും ബൈക്ക് ഡ്രമ്മും ആണ് വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു അലോയ് വീൽ പാറ്റേണും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ലൈഡ് ക്ലാഡിങ്സും ഈ റൂഫ് റെയിലും ഒക്കെ കൊടുത്തിരിക്കുന്നതും ആ ഒരു SUV സ്റ്റാൻഡ്സ് നിലനിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട്. ബെലേനോ ബേസ്ഡ് പ്ലാറ്റ്ഫോം ആയിട്ട് പോലും ഈ ഒരു സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഒരു റൂഫ് ലൈനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് റോയിലേക്ക് നല്ല ഹൈറ്റുള്ള ആൾക്കാർ കയറുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. അകത്തിരിക്കുമ്പോഴും ആ ഒരു ഹൈറ്റുള്ള ആൾക്കാർക്ക് ഹെഡ് റൂമിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ചില സമയത്ത് അനുഭവപ്പെടാറുണ്ട്. ബെലേനോയോട് കമ്പയർ ചെയ്യുമ്പോൾ ബൂട്ട് സ്പേസ് കുറച്ച് കുറവാണ്. 308 ലിറ്റർ ബൂട്ട് സ്പേസേ കിട്ടുന്നുള്ളൂ. എന്നാൽ നല്ല ഡീപ്പായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസും ഈ ഒരു വനത്തിൽ കിട്ടുന്നുണ്ട്. LED എലമെൻസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഡിസൈൻ എലമെൻസ് നോക്കുകയാണെങ്കിൽ പിൻഭാഗത്തും ആ ഒരു SUV ഫീൽ നിലനിർത്താനായിട്ടുള്ള ഡിസൈൻ എലമെൻസും ആ ഒരു മറ്റു മോഡൽസുമായിട്ട് വേറിട്ട് നിർത്താനുള്ള എല്ലാ എലമെൻസും കൊടുക്കാനായിട്ട് മാരുതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇന്റീരിയർ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് പാക്ഡ് ആണ് ഈ ഒരു ഫ്രോങ്സിൽ. 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ, ഹെഡ് അപ്പ് ഡിസ്പ്ലേ, ഓട്ടോ ഡേ നൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മിറർ, കൂടാതെ പാഡിൽ ഷിഫ്റ്റേഴ്സ്, സ്റ്റിയറിംഗ് മൗണ്ടർ കൺട്രോൾസ്, വയർലെസ് ചാർജിങ് പാഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ ഒരു ഫ്രോങ്സിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരിക്കലും ഒരു അണ്ടർ റേറ്റഡ് കാറിലായിരിക്കുന്നെന്നുള്ള ഒരു ഫീൽ നമുക്ക് ഉണ്ടാകുന്നില്ല. ആൻഡ് സ്റ്റിയറിംഗ് ആണെങ്കിൽ അത്യാവശ്യം നല്ല ഒരു ലൈറ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്, നല്ല ഹാൻഡി ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഫ്ലാറ്റ് ബോട്ടമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കതിനകത്ത് ടിൽട്ടും ടെലിസ്കോപ്പിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം ആണെങ്കിൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ തുടങ്ങിയ കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. ആൻഡ് സീറ്റ്സ് ആണെങ്കിൽ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ്സ് ആണ്. ഈ ഒരു സീറ്റിൻ്റെ പാറ്റേൺ നമ്മൾ ബെലേനോയിലും അതുപോലെ തന്നെ ഗ്രാൻഡ് വിറ്റാരയിലൊക്കെ കണ്ടിരിക്കുന്ന സെയിം പാറ്റേൺ തന്നെയാണ്. ആൻഡ് സീറ്റിലും കൊടുത്തിരിക്കുന്ന ഈ എലമെൻസ് ഒക്കെയും അത്യാവശ്യം നല്ല ഒരു റിച്ച് മെറ്റീരിയൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ബെലേനോയോട് കമ്പയർ ചെയ്യുമ്പോൾ ബെലേനോയിൽ ഇന്ത്യയിൽ കൊടുത്തിരിക്കുന്ന ഒരു ബ്ലൂ എലമെൻ്റ് ഉണ്ട്. എന്നാൽ ഫ്രോങ്സിലേക്ക് വരുമ്പോൾ അതൊരു ബ്രൗണിഷ് എലമെൻറ്റിലേക്ക് മാറുന്നുണ്ട്. പക്ഷേ ആ ഒരു എലമെൻസിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ക്വാളിറ്റി, ആ ഒരു പ്രീമിയം ഫീല് നിലനിർത്താനായിട്ട് മാരുതിക്ക് സാധിച്ചിട്ടുണ്ട്. സൺറൂഫോ കാര്യങ്ങളൊന്നും വരുന്നില്ല, വെന്റിലേറ്റഡ് സീറ്റ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ എങ്കിലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് പാക്ഡ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണെങ്കിലും ഡിജിറ്റൽ പ്ലസ് അനലോഗ് എന്നീ ഒരു പാറ്റേണിലാണ് വരുന്നത്. കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ നമുക്കിനകത്ത് സ്മാർട്ട് ഹൈബ്രിഡ് എന്നുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ആക്ച്വലി കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് പറയുന്നത് 16 to 18 ഒക്കെയാണ്. നല്ല രീതിയിൽ ഓടിക്കുകയാണെങ്കിൽ, നല്ല ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ ആ ഒരു മൈലേജ് നമുക്ക് ലഭിക്കും. ടർബോ ആയതുകൊണ്ട് നമ്മൾ ആ ഒരു ത്രോട്ടിലേക്ക് നമ്മൾ എത്ര ഇൻപുട്ട് കൂടുതൽ കൊടുക്കുന്നോ അതനുസരിച്ച് മൈലേജ് നല്ല രീതിയിൽ ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് 11 കിലോമീറ്റർ ആണ്. അത് എൻ്റെ ഡ്രൈവിംഗ് ബിഹേവിയർ അനുസരിച്ചാണ് കിട്ടുന്നത്. സോ നല്ല രീതിയിൽ ആ ഒരു മിനിമം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ, മൊമെൻറ്റം കീപ്പ് ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ നല്ല ഫ്യൂവൽ എഫിഷ്യൻസി കാഴ്ചവെക്കുന്ന ഒരു വാഹനം കൂടിയാണ് ഫ്രോങ്സ്. പിൻഭാഗത്ത് AC വെൻസ്, ചാർജിംഗ് പോർട്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആംറസ്റ്റ് വരുന്നില്ല. 3
ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. എന്നാൽ സീറ്റ് ബെൽറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എങ്കിൽ ഒരു ബീപ്പ് സൗണ്ട് കേൾക്കുന്നുണ്ട്. സോ എപ്പോഴും സീറ്റ് ബെൽറ്റ് ഇടേണ്ടതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്ക് വരുന്നുണ്ട്. ആൻഡ് ഫൺ ടു ഡ്രൈവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, ഫൺ ടു ഡ്രൈവ് ആണ്. എന്നാൽ എക്സ്ട്രീം ഫൺ ടു ഡ്രൈവ് അല്ല. അത്യാവശ്യം ഒരു ഫണ്ട് കിട്ടുന്ന ഒരു എഞ്ചിൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഒരു ത്രോട്ടിൽ റെസ്പോൺസ് ഉള്ള ഒരു എഞ്ചിനാണ്. ടർബോ പെട്രോൾ ആണ് ഞാൻ പറയുന്നത്. ടർബോ പെട്രോൾ 3 സിലിണ്ടർ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നോയ്സ് അകത്തേക്ക് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇൻസുലേഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ നോയ്സ് അകത്തേക്ക് വരുന്നുണ്ട്. ചില സമയങ്ങളിൽ ത്രോട്ടിൽ കൊടുക്കുന്നതനുസരിച്ച് ഒരു ടർബോ ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സേഫ്റ്റി സൈഡ് നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗ്, ABS, EBD തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം സേഫ്റ്റിയിൽ നല്ല വെൽ എക്വിപ്ഡ് ആയിട്ടാണ് ഈ ഒരു വാഹനം മാരുതി അവതരിപ്പിച്ചിരിക്കുന്നത്. ആൻഡ് CNG ഓപ്ഷനിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. മാരുതിയുടെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ വാഹനത്തിനും നമുക്ക് CNG ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. CNG ഓപ്ഷൻസ് വരുമ്പോൾ ബൂട്ട് സ്പേസ് എന്തായാലും കോംപ്രമൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി കുറച്ചുകൂടി കൂടുതൽ ലഭിക്കും. ആൻഡ് ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് നിസാൻ മാഗ്നൈറ്റും റെനോ കൈഗർ പോലുള്ള വാഹനങ്ങളൊക്കെയാണ്. സോ അങ്ങനെ നോക്കുന്ന സമയത്തും ആ ഒരു വാഹനത്തിന് ടർബോ എഞ്ചിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു എഞ്ചിനും റിഫൈൻമെൻറ്റ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കും. കൂടാതെ സസ്പെൻഷൻ റേറ്റും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബലെനോവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പോലും സസ്പെൻഷനിൽ ചെറിയൊരു വ്യത്യാസം നമുക്ക് അനുഭവപ്പെടാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇതിലൊരു കൺഫ്യൂഷൻ പാർട്ട് വരുന്നത് ടോപ്പനിലേക്ക് പോകുമ്പോഴാണ്. ഏകദേശം 14 ലക്ഷം രൂപ ഓൺ റോഡ് ടോപ്പിൻ്റെ ഒരു വില വരും. ആ 14 ലക്ഷം രൂപ നമുക്ക് നോക്കുമ്പോൾ ചെറിയൊരു വണ്ടിയാണ്. പക്ഷേ 14 ലക്ഷം രൂപയ്ക്ക് ബ്രസ പോലുള്ള വാഹനങ്ങൾ ഫുൾ ഓപ്ഷൻ അല്ലെങ്കിൽ പോലും ഫുൾ ഓപ്ഷന് താഴെയുള്ള അത്യാവശ്യം ഫീച്ചേഴ്സ് റിച്ചായിട്ടുള്ള ഒരു ടോപ്പിൻ്റെ വേരിയൻറ്റ്സ് നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഫുൾ ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് മേ ബി നമ്മുടെ ഡിസിഷൻസ് കുറച്ചധികം ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ബിക്കോസ് ചെറിയൊരു വാഹനമാണ്, കോമ്പാക്റ്റ് ആണ്. പക്ഷേ ആ ഒരു പ്രൈസ് കൊടുക്കുമ്പോൾ കുറച്ചൊരു വലിയ വാഹനം, ഫീച്ചേഴ്സ് റിച്ച് ആയിട്ടുള്ള വാഹനം, ഒരു കോമ്പാക്റ്റ് SUV സെഗ്മെൻറ്റിലേക്ക് പോകാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റ് കോമ്പറ്റീറ്റേഴ്സിൻ്റെയും മറ്റ് ബ്രാൻഡ്സിൻ്റെ എല്ലാം കോമ്പാക്റ്റ് SUV ആ ഒരു 13 to 14 നമുക്ക് അത്യാവശ്യം നല്ലൊരു വേരിയൻറ്റ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അങ്ങനെ ടോപ്പിലേക്ക് വരുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ വരും. അല്ലെങ്കിൽ ഒരു 10 lakh അല്ലെങ്കിൽ 11 lakh ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബലെനോവായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും കുറച്ചുകൂടി സ്പോർട്ടി ഫീൽ, കുറച്ചുകൂടി ഫൺ ടു ഡ്രൈവ്, ഒരു പുതിയ ഡിസൈൻ, പുതിയൊരു മോഡൽ വാഹനമൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് ഈ ഫ്രോങ്സ് കൊണ്ട് സാധിക്കും. ആൻഡ് ഇതൊരു സ്മാർട്ട് ഹൈബ്രിഡ് പവേർഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ സിസ്റ്റമാണ് വരുന്നത്. സ്മാർട്ട് ഹൈബ്രിഡ് ആണ്, സ്ട്രോങ് ഹൈബ്രിഡ് അല്ല. സ്ട്രോങ് ഹൈബ്രിഡ് ഗ്രാൻഡ് വിറ്റാരയിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു വാഹനത്തിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഫാർ ബെറ്റർ ആണ് ഈ വാഹനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതായത് ഞാൻ സ്മാർട്ട് ഹൈബ്രിഡാണ് കമ്പയർ ചെയ്യുന്നത്, വാഹനമല്ല. അത് 25 മേളിൽ നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡിൽ കിട്ടുന്നുണ്ട്. എന്നാൽ ഈ ഒരു സ്മാർട്ട് ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ നമുക്ക് ചെറിയൊരു ഫ്യൂവൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ഹൈബ്രിഡ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ വില ആരംഭിക്കുന്നത് 7 to 14 ആണ്. സോ ഒരു ബലെനോ വേഴ്സസ് ഫ്രോങ്സ് ആണ് ഇപ്പോൾ നടക്കുന്ന ഒരു കമ്പാരിസൺ എന്ന് പറയുന്നത്. ആൻഡ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ബലെനോ കുറച്ചുകൂടി ഒരു ക്ലാസിക് ഓഡിയൻസിനെ, ഒരു ഫാമിലി ഓറിയൻറ്റഡ് ഓഡിയൻസിനെയാണ് കേറ്റർ ചെയ്യുന്നത്. എന്നാൽ ഫ്രോങ്സിലേക്ക് വരുവാണെങ്കിൽ കുറച്ചുകൂടി യങ്ങർ ഓഡിയൻസിനെ, കുറച്ചുകൂടി ഫൺ ടു ഡ്രൈവ് ഓഡിയൻസിനെയാണ് ഇത് കേറ്റർ ചെയ്യുന്നത്. ആൻഡ് 1.1 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. കുറച്ചുകൂടി ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് ബലെനോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. മറ്റൊരു ചൂട് വെക്കാൻ സമയമായെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഫ്രോങ്സ് മാരുതി ഈ ഒരു വാഹനം നമുക്ക് തന്നത്. മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.